ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് കേക്കിനകത്ത് ചേർക്കാനുള്ള ജെല്ല്, ഇത് റെഡ് കളറിലുള്ള ജെല്ലുണ്ടാക്കാം. നമുക്ക് കെമിക്കലൊന്നും ഇല്ലാതെ ബീറ്റ്റൂട്ടിൽ നിന്നാണ്. ഞാനൊരു 350 ഗ്രാം ബീറ്റ്റൂട്ടാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിൽ ചേർത്ത് നല്ലതായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ ജ്യൂസ് മുഴുവനും കിട്ടും. അപ്പോൾ എന്നിട്ട് നമുക്കൊരു വെള്ള തുണിയിലോട്ട് ഇട്ട് അല്ലെങ്കിൽ ഒരു അരിപ്പയിലോ എല്ലാം എടുത്ത് അതിൻ്റെ ജ്യൂസ് എടുക്കുക. ഇത് വെള്ള തുണിയിലാകുമ്പോഴേക്കും നമുക്ക് മുഴുവനും ഇങ്ങനെ കിട്ടും, ഒട്ടും പോകത്തില്ല. അപ്പം ഞാൻ 2 ബാച്ചായിട്ടാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത്. ഇതെടുത്ത് നമുക്കൊന്ന് പഞ്ചസാര 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് ഇത് പറ്റിച്ചെടുക്കാം. ഇപ്പം ഞാൻ ചേർത്തിട്ടില്ല, പകുതി ആകുമ്പോഴാണ് പഞ്ചസാര ചേർത്തത്. എന്നിട്ട് പറ്റിച്ചെടുത്തിട്ട് നമുക്കതിൻ്റെ നല്ല ജെല്ലി രൂപത്തിലാകും. എന്നിട്ട് കുറച്ച് വേസ്റ്റേ ഉള്ളൂ, കണ്ടോ, മൊത്തം വന്നിട്ടുണ്ട്. അപ്പം ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യുക. പിന്നെ പറ്റി വരുന്നുണ്ട്. എന്നിട്ട് അത് വന്ന് കുറച്ചായി കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ സൈഡ്, ഇത് ഞാൻ സ്റ്റീൽ പാത്രമാണ് എടുത്തത്, അതുകൊണ്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ശരിക്കും പിടിക്കുന്നുണ്ട്. അപ്പം ഞാനത് വേറൊരു പാത്രത്തിലോട്ടിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് കുറുകി എടുക്കാൻ നോക്കുക. അപ്പോൾ അന്നേരം നല്ല കറക്റ്റ് ജെല്ലി രൂപമാകും. അപ്പോൾ അത് എന്നിട്ട് നമുക്ക് കേക്കിനകത്ത് ഫ്ലവർ ഉണ്ടാക്കാനും റെഡ് വെൽവെറ്റ് കേക്കിനകത്ത് ചേർക്കാനും ഒക്കെ. അപ്പം നമുക്ക് വിശ്വസിച്ച് തന്നെ കഴിക്കാം. വേറെ അത്രയും ഉണ്ടായിരുന്നു പറ്റി വന്നതാണിത്. ഇത് നമുക്കിത് നോക്കിയോ, ഇത് പറ്റി കഴിയുമ്പോഴത്തേക്ക് കുറുകി വന്നുണ്ടാവും. അപ്പോൾ ഇതിനി വേറൊരു പാത്രത്തിലോട്ട് വെച്ച് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് ഇത് പറ്റിച്ചതാണ്. ഇത് ഉണ്ട്, നല്ല കറക്റ്റ് നമ്മൾ വാങ്ങുന്നത് അതേ സൈസിലുള്ള ജെല്ലാണ്, കണ്ടോ. ഞാൻ എന്നിട്ട് വാങ്ങുന്ന ഒരു കുപ്പിയിലേക്ക് ഞാൻ ഒഴിച്ചിട്ട് നമ്മളത് ഇങ്ങനെ ഒഴിക്കുമ്പോഴത്തേക്ക് അതുപോലെ തന്നെ. അപ്പം ഈ ചാനൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ. ഉണ്ടോ.